ബ്രെയിൻ ട്യൂമറുകൾ സാധാരണ 2 തരം എന്നാണ് പറയുക. ഒന്ന് ക്യാൻസർ ആയിട്ടുള്ളതും ഒന്ന് ക്യാൻസർ അല്ലാത്തതും. ക്യാൻസർ ആയിട്ടുള്ള ബ്രെയിൻ ട്യൂമറുകളെ തന്നെ പല ഗ്രേഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം ഇത്തരം ഗ്രേഡ് കൂടിയ ക്യാൻസറുകളാണ് നമ്മുടെ മനസ്സിൽ എന്നും ഒരു പേടിയും സ്വപ്നവും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ചെറിയൊരു തലവേദന വരുമ്പോഴോ ചെറിയൊരു വിഷമം വരുമ്പോഴോ അത് ബ്രെയിൻ ട്യൂമർ കൊണ്ടാണോ എന്ന് മനുഷ്യർ ചിന്തിച്ച് ആകുലപ്പെടുന്നത്. എപ്പോഴാണ് ബ്രെയിൻ ട്യൂമർ സംശയിക്കാം, അതായത് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മുടെ ബ്രെയിൻ ഒരു സ്കൾ ബോണിൻ്റെ അകത്താണ്. അപ്പോൾ പലപ്പോഴും അതിൻ്റെ ലക്ഷണങ്ങൾ വരാൻ ചിലപ്പോൾ സമയമെടുത്തേക്കാം. അതൊരു പ്രത്യേക സൈസ് ആകുമ്പോഴായിരിക്കും അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക. അപ്പോൾ എല്ലാ ബ്രെയിൻ ട്യൂമേഴ്സിൻ്റെയും ഒരു കോമൺ ആയിട്ടുള്ള ലക്ഷണമാണ് തലവേദന. പക്ഷേ എല്ലാ തലവേദനയും ബ്രെയിൻ ട്യൂമർ അല്ല കേട്ടോ. ഈ മോർ ദാൻ 90% തലവേദനയും ഈ മൈഗ്രെയിനോ അല്ലെങ്കിൽ ടെൻഷൻ ഹെഡേക്ക് മുതലായ പ്രൈമറി ഹെഡേക്ക് ഡിസോർഡേഴ്സാണ്. അപ്പോൾ ഏത് തരം തലവേദനയാണ് ബ്രെയിൻ ട്യൂമറായിട്ട് സംശയിക്കേണ്ടത്? അത് ഒന്ന്, ഇപ്പോൾ പെട്ടെന്ന് മുമ്പൊന്നും തലവേദനയില്ലാത്ത ഒരാൾക്ക് വളരെ സിവിയറായിട്ടൊരു തലവേദന വരിക, അല്ലെങ്കിൽ ഏർലി മോർണിംഗ് എഴുന്നേറ്റ് ഉടനെ തന്നെ ഭയങ്കര അതിശക്തമായ തലവേദന, അല്ലെങ്കിൽ ഉറക്കത്തിൽ ശക്തമായ തലവേദന, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുമ്പോൾ മാത്രം തലവേദന. ഇതൊക്കെയാണ് സാധാരണ ഈ ബ്രെയിൻ ട്യൂമർ കൊണ്ട് ഉണ്ടാകുന്ന തലവേദനയുടെ ലക്ഷണങ്ങൾ. റേഡിയേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ സാങ്കേതിക പുരോഗതി ലഭ്യമായതുകൊണ്ട് നമുക്ക് ആ ഒരു ഏരിയ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള സറൗണ്ടിങ് ബ്രെയിൻ കോശത്തിന് അധികം റേഡിയേഷൻ കിട്ടാതെ തന്നെ നമുക്ക് ടാർഗറ്റ് ചെയ്ത് ചികിത്സിക്കാൻ പറ്റുന്ന സംവിധാനം അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് ചില ബ്രെയിൻ ട്യൂമേഴ്സിന് സ്റ്റീരിയോടാക്റ്റിക് റേഡിയോ തെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് തന്നെ, അതായത് സാധാരണ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു 5-6 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ് സാധാരണ ഹയർ ഗ്രേഡ് ഗ്ലയോമാസിൽ കാണാറുള്ളത്. നേരെ മറിച്ച് ചുരുക്കം ബ്രെയിൻ ട്യൂമേഴ്സിൽ ഷ്വാനോമ അല്ലെങ്കിൽ മെനിഞ്ചിയോമ അല്ലെങ്കിൽ ക്രേനിയോഫെറിഞ്ചിയോമ, പിറ്റ്യൂട്ടറി അഡിനോമ എന്നുള്ള തരം ട്യൂമറുകളിൽ നമുക്ക് സ്റ്റീരിയോടാക്റ്റിക് റേഡിയേഷൻ, അതായത് ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഒരു 3-5 റേഡിയേഷൻ കൊണ്ട് ചിലപ്പോൾ ഒരു റേഡിയേഷൻ തന്നെ മതിയാവും. അങ്ങനെ ഫോക്കസ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് ഹൈ ഡോസ് റേഡിയേഷൻ നമുക്ക് ആ ഭാഗത്തേക്ക് ഡെലിവർ ചെയ്താൽ അത് തന്നെ രോഗം മാറി കിട്ടാനുള്ള ചികിത്സയായി തീരുന്നു. നമ്മൾ ക്യാൻസറിന് കേൾക്കുമ്പോൾ തന്നെ എപ്പോഴും രോഗീൻ്റെ ഒരു തളർന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ മുമ്പിൽ വരാറുള്ളത്. ആസ് എൻ ഓൺകോളജിസ്റ്റ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ ഇസ് എ ഡിസീസ് ഓഫ് ദ ഫാമിലി. അപ്പോൾ രോഗീനെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന പോലെ തന്നെ രോഗീനെ ശുശ്രൂഷിക്കുന്ന ആൾക്കാരും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, പ്രത്യേകിച്ച് ബ്രെയിൻ ട്യൂമറുകളിൽ. ഉദാഹരണത്തിന് ടെമ്പറൽ ലോബ് എന്ന് പറയുന്ന ഒരു ആ ഭാഗത്ത് വരുന്ന ട്യൂമറാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ഓർമ്മക്കുറവ്, അവരുടെ പെരുമാറ്റത്തിൽ മാറ്റം വരാം, വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ചിലപ്പോൾ സ്വന്തം കുട്ടികളുടെ പേരും പോലും ഓർക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡേഴ്സോടും കെയർ ഗിവേഴ്സോടും പറഞ്ഞ് അവരെ മനസ്സിലാക്കിച്ച് ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടെങ്കിൽ പോലും അവർ വിഷമിക്കാൻ പാടില്ല. ഇത് താൽക്കാലികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്, കുറച്ച് കഴിഞ്ഞാൽ രോഗം മാറുന്നത് അനുസരിച്ച് ഇതിൽ മെച്ചം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പോൾ ക്യാൻസറുകളായിട്ടുള്ള ബ്രെയിൻ ട്യൂമറുകളെ കാണുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ്. കാരണം അവയെ ഓപ്പറേറ്റ് ചെയ്ത് അവയ്ക്ക് തുടർ ചികിത്സയും വേണ്ടി വരും, റേഡിയോ തെറാപ്പി, കീമോതെറാപ്പി അങ്ങനത്തെ ചികിത്സ. പക്ഷെ ക്യാൻസർ അല്ലാത്ത ബ്രെയിൻ ട്യൂമറുകളുണ്ട്. അവയെ നേരത്തെ കണ്ടുപിടിക്കുമ്പോഴും നേരത്തെ ചികിത്സിക്കുമ്പോഴും ചികിത്സ പൂർണ്ണമായിട്ട് ആണെങ്കിലും നമുക്ക് വളരെയധികം വ്യത്യാസം ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഇതിന് രണ്ടിനും ഇടയിൽ ക്യാൻസർ പൂർണ്ണമായിട്ട് ക്യാൻസർ അല്ല, പൂർണ്ണമായിട്ട് ക്യാൻസർ അല്ലാത്തതുമല്ല, ബിനൈനും അല്ലാത്ത ട്യൂമറുകളുണ്ട്. അങ്ങനത്തെ ട്യൂമറുകൾക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. ആ ട്യൂമറുകൾ ക്യാൻസർ ആണോ എന്ന് ചോദിച്ചാൽ ക്യാൻസർ അല്ല, പക്ഷേ ക്യാൻസർ പോലെ പെരുമാറും. അങ്ങനത്തെ ട്യൂമറുകളും ബ്രെയിനിലുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ക്രേനിയോഫെറിഞ്ചിയോമ. ആ ട്യൂമറുകൾ, പിറ്റ്യൂട്ടറി ട്യൂമർ, ഇതൊന്നും ക്യാൻസറുകളല്ല, പക്ഷേ അതിൻ്റെ പെരുമാറ്റവും അത് ഓപ്പറേറ്റ് ചെയ്താൽ രണ്ടാമത് വരുന്നതിനുള്ള സാധ്യതയും ഒക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരം ട്യൂമറുകൾ നമ്മൾ എപ്പോഴും ലൈഫ് ലോങ് ഫോളോ അപ്പ് വേണമെന്ന് പറയും. ആ ട്യൂമറുകളെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ്, എൻഡോക്രൈനോളജി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട റേഡിയോ തെറാപ്പി, ഇവരെല്ലാം കൂടിയാണ് എപ്പോഴും അതിൻ്റെ ചികിത്സ തുടരാൻ സാധിക്കുന്നത്. അപ്പോൾ ബ്രെയിൻ ട്യൂമറിന് 2 തരം സ്കാനാണ് സാധാരണ നമ്മൾ അഡ്വൈസ് ചെയ്യാറ്. ഒന്ന് CT സ്കാൻ. CT സ്കാനിൽ ചിലപ്പോൾ ചില ട്യൂമേഴ്സ് വിസിബിൾ ആവണമെന്നില്ല. ചിലപ്പോൾ നമുക്കത് ഷുവറായിട്ട് ട്യൂമറാണോ
വേറെ എന്തെങ്കിലും അസുഖമാണോ എന്നും പറയാൻ കഴിയില്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ MRI ബ്രെയിൻ ചിലപ്പോൾ വിത്ത് കോൺട്രാസ്റ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ ട്യൂമർ നമ്മൾ സർജറിക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും MRI അത്യാവശ്യമായിരിക്കും. അതിൻ്റെ ലൊക്കേഷനും അത് ഏത് അപ്രോച്ചിലാണ് അത് സർജറി ചെയ്യേണ്ടതെന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടി MRIയും അഡ്വൈസ് ചെയ്യും. അപ്പോൾ ഈ 2 സ്കാൻസാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഡയഗ്നോസിനുള്ളത്. അതുപോലെ തന്നെ പലപ്പോഴും ഫാമിലിക്ക് വേണ്ടി സമ്പാദിക്കുന്ന ഒരാൾക്കാണ് ഈ പ്രശ്നം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കുറച്ച് കാലം അവരുടെ ജോലിയിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരവസ്ഥ വരാറുണ്ട്. ഇപ്പോൾ സർജറി, അതിനുശേഷം റേഡിയേഷൻ, ഒപ്പം ഗുളികയായിട്ടുള്ള മരുന്നൊക്കെ ചെല്ലുമ്പോൾ ഒരു പക്ഷേ ഒരു 3-4 മാസം അവർ ജോലിയിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരവസ്ഥ വരാം. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ മുമ്പിൽ കണ്ട് പേഷ്യൻസിൻ്റെ ഫാമിലിയോട് കൂടി അതിനുള്ള കാര്യങ്ങളൊക്കെ അവർ മുൻപിൽ കാണണം എന്നുള്ള കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു പേഷ്യൻറ്റിന് ഒരു ബ്രെയിൻ ട്യൂമർ കണ്ടുപിടിച്ചാൽ പലപ്പോഴും ഒരു കുടുംബം പെട്ടെന്ന് അങ്ങനെ അപ്സെറ്റാവും. കൂടുതൽ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു IT പ്രൊഫഷണൽ വന്നു. അയാൾക്ക് വളരെ വൈകി, ഇതുവരെ അപസ്മാരം ഉണ്ടാവാത്തൊരു മനുഷ്യൻ, അദ്ദേഹത്തിന് അപസ്മാരം വന്നപ്പോൾ സ്കാൻ എടുത്തു. സ്കാനിൽ ഒരു ട്യൂമർ കണ്ടു. അയാൾ അതിനെക്കുറിച്ച് വായിച്ച് പഠിച്ച് കൂടുതൽ എല്ലാ ഡിജിറ്റൽ നോളജ് അക്വയർ ചെയ്ത ശേഷം എൻ്റെ അടുത്ത് വന്ന് ചർച്ച ചെയ്ത് അയാളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. അയാളെ സർജറിക്ക് കൗൺസിൽ ചെയ്യാൻ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി. പക്ഷേ ഈ പറയുന്നതാണ് ഇപ്പോഴത്തെ ഒരു ചെറിയ നൂതന പ്രശ്നം. ആ ഡിജിറ്റലായിട്ടുള്ള അറിവ് വെച്ച് അയാൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അയാളുടെ തീരുമാനങ്ങൾ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷെ പൂർണ്ണ അറിവോടുകൂടി തീരുമാനം എടുക്കുമ്പോൾ കുറേ വ്യത്യാസങ്ങളും നന്മയുണ്ട് അതിൻ്റെ വശത്ത്. പക്ഷേ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അയാളുടെ വൈഫിനെ സംബന്ധിച്ചും കുട്ടികളെ സംബന്ധിച്ചോളം ആ ഡയഗ്നോസിസും ആ വിഷയങ്ങളും എല്ലാം ഭയങ്കര ഡിവാസ്റ്റേറ്റിംഗ് ആണ്. അവർ അതിനോടൊരു അക്സെപ്റ്റൻസ് വന്നിട്ടില്ല. ആ അസുഖം അവർ റിസീവ് ചെയ്ത് അതിൻ്റെ ചികിത്സയിലേക്ക് ഇറങ്ങാൻ ഒരു കാലതാമസം വേണ്ടി വരും. അത് നമ്മൾ കൗൺസിൽ ചെയ്ത് ആ ബ്രെയിൻ ട്യൂമറിൻ്റെ നല്ല വശങ്ങൾ പറഞ്ഞ് ചികിത്സിച്ച് അവരെ രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് മാക്സിമം കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ സൈഡിൽ മാത്രമല്ല ഒരു ടീം വർക്ക്, ഇത് പേഷ്യൻറ്റിൻ്റെ സൈഡിലും പേഷ്യൻറ്റും അവരുടെ ഫാമിലിയും ഉറ്റ ബന്ധുക്കളും ചേർന്നിട്ടുള്ള ഒരു ടീം എഫേർട്ടാണ് ഈ രോഗത്തിൻ്റെ ചികിത്സ ഫലപ്രദമാക്കി തീർക്കുന്നത്.